ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റത്തെ എന്താ പറയുക പബ്ലിക് എക്സാം ആയിരുന്നു. അത്യാവശ്യം നല്ല ഈസി തന്നെയായിരുന്നു. ഹിന്ദിക്കാർക്കും ഈസി ആണെന്നാണ് ഞാൻ കേട്ടത്. കാര്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നല്ല ഈസി ആയിരുന്നു, PVQ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മലയാളം PVQ ആണെന്നൊന്നും എനിക്കറിയില്ല, കാര്യം ഇതൊരു മലയാളത്തിൻ്റെ PVQ നോക്കിയിട്ടില്ല. പിന്നെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ 2 ഓപ്ഷൻ എടുത്തെഴുതാം. അത് മാത്രമാണ് എനിക്കൊരു കൺഫ്യൂഷൻ എന്നുള്ള രീതി വന്നത്. കാര്യം വായിക്കുമ്പോൾ ഇതാണെന്ന് തോന്നുന്നുണ്ട്, അടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു 4-5 തവണ വായിച്ചിട്ടാണ് എഴുതിയത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ആൻസർ പറയാത്തത് കേട്ടോ. അതൊന്ന് ക്ലിയർ ആക്കണം. ഇന്ന് ആൻസർ കീ വരുമ്പോൾ അതൊന്ന് നോക്കി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ സമാധാനവും. പിന്നെ 7, 8, 9 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ 2 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്ന് എഴുതിയത്. പിന്നെ 11ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ലേബറിൻ്റെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇരുളിലെ മനുഷ്യനോ ഇരുളിൻ്റെ മനുഷ്യനോ അങ്ങനെ എന്തോ ഒരു പ്രവേശകമുണ്ട്. മറ്റേ കാവ്യകല ആ ഒരു പോർഷനൊക്കെ വരുന്ന ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ പ്രവേശകമായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ഹെഡിങ് അതാണോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്നുള്ള ചേരുമ്പടി ചേർക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഞാൻ എക്സാമിന് കയറുന്ന തൊട്ട് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കിയ പോർഷനായിരുന്നു. പിന്നെ അടുത്ത ആ ഒരു സെക്ഷനിൽ 13ാമത്തെ ക്വസ്റ്റ്യനാണ് വിട്ടത്. പിന്നെ അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യനിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയില്ല. പിന്നെ നമുക്ക് 6 മാർക്കിന് മറ്റേ 3 ക്വസ്റ്റ്യൻ എഴുതാനുള്ളൂ, അത് എഴുതി. പിന്നെ 8 മാർക്കിൻ്റെതിന് 27ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയില്ല. ഇങ്ങനെയാണ് എഴുതിയത്. അത്യാവശ്യം നല്ലോണം തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് എക്സാം ടൈം കിട്ടി, അതാണ് ഏറ്റവും ഇത്. എനിക്ക് എപ്പോഴും ടൈം കിട്ടാറുണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ടൈം കിട്ടാതെയൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ ഇത്തവണ കറക്റ്റ് ഞാൻ ടൈം നോക്കിയാണ് എഴുതിയത്. കറക്റ്റ് 10 മിനിറ്റ് മുമ്പ് എഴുതി കഴിഞ്ഞു, എല്ലാം ഇതാക്കി ഒന്നുകൂടെ വായിച്ച് നോക്കാനും പറ്റി. അപ്പോൾ അത്ര ടെൻസ്ഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര റഷായിട്ടോ ഒന്നും എഴുതേണ്ടി വന്നില്ല. സമയം എടുത്ത് അറിവിച്ചും ഇതൊക്കെ ആയിട്ടാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം?